സത്യപ്രതിജ്ഞാ തീയതിയൊക്കെ തീരുമാനിച്ചു, ആളുകളെയൊക്കെ ക്ഷണിച്ചു തുടങ്ങി. മോദി 3ാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പായി. പക്ഷേ ആ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി എത്ര നാൾ ഇരിക്കും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷിനെയും ഇപ്പോൾ അടിച്ചുപൊക്കി തോളിൽ കൈയിട്ട് ഈ 3ാം വട്ടം പ്രധാനമന്ത്രിയാവുക, ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനൊപ്പം എത്തുക എന്ന ലക്ഷ്യം മാത്രമാണ്. പരാജിതനായ ഒരാളാണ് എങ്കിൽ പോലും തനിക്ക് ആ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കാൻ സഹായിക്കണമെന്ന അഭ്യർത്ഥന പ്രത്യേക ദൂതന്മാർ വഴി നരേന്ദ്രമോദി ഈ പറയുന്ന നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും RSS നേതൃത്വത്തെയും അറിയിച്ചു. RSSൻ്റെ മനസ്സിൽ ഇത്തവണ സഖ്യകക്ഷി സർക്കാരിനെ നയിക്കേണ്ടത് മറ്റൊരാളാണ് എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഈ റെക്കോർഡ് നേട്ടത്തിലേക്ക് കടക്കാൻ തന്നെ സഹായിക്കണമെന്നുള്ള നരേന്ദ്രമോദിയുടെ കാല് പിടിച്ചുള്ള അപേക്ഷ ഇവരെല്ലാവരും സമ്മതിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ആ വകുപ്പുകളെക്കുറിച്ച് ഗൗരവത്തിലുള്ള ചർച്ചകൾ വേണ്ട എന്ന് BJP നേതൃത്വം ഈ സഖ്യകക്ഷികളോടൊക്കെ പറയുന്നതിനുള്ള കാരണം. നമുക്ക് തൽക്കാലം കുറച്ച് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാം, എന്നിട്ട് പിന്നീട് വിപുലീകരണ പരിപാടികൾ നടത്തുമ്പോൾ വകുപ്പുകളൊക്കെ വിശദമായി തീരുമാനിക്കാം. പക്ഷേ സഖ്യകക്ഷികൾ അതിന് വഴങ്ങുന്നില്ല. അവരുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായി അവർക്ക് വഴങ്ങിക്കൊടുത്താൽ അത് BJPയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതാകും എന്നുള്ളത് BJPയുടെ ദേശീയ നേതൃത്വത്തിനും RSSനും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി സഖ്യകക്ഷികൾക്ക് വഴങ്ങിക്കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആവശ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനോടൊപ്പം എത്തുക എന്നുള്ളത് മാത്രമാണ്. ആ റെക്കോർഡ് നേടിക്കഴിഞ്ഞാൽ 3 വട്ടം പ്രധാനമന്ത്രിയായില്ലേ. പിന്നീട് സഖ്യകക്ഷികൾ പാലം വലിച്ചതുകൊണ്ട് ഭരണം പോയി എന്നുള്ളത് നരേന്ദ്രമോദിയെ ബാധിക്കുന്നതല്ല. അതുമാത്രമല്ല, BJP പിന്തുടർന്നു പോരുന്ന കീഴ്വഴക്കമനുസരിച്ചാണെങ്കിൽ നരേന്ദ്രമോദിക്ക് 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വരും. ഈ 75 വയസ്സായാൽ ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. അങ്ങനെ ഒരു അവസരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് എതിർ ശബ്ദങ്ങൾ ഉയർന്ന് പടിയിറങ്ങേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് ഈ പറയുന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി ഈ സർക്കാർ വീണു എന്ന് പറയുന്നതാകും. ആ നിലയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സഖ്യകക്ഷികളോട് നമുക്ക് വകുപ്പുകളൊന്നും തീരുമാനിക്കേണ്ട, മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് തൽക്കാലം 2-3 മന്ത്രിമാരെയൊക്കെ തന്ന് നമുക്ക് സംഗതി ആ സത്യപ്രതിജ്ഞ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണമെന്ന നിലയിലേക്ക് എത്തുന്നത്. ആ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നീട് സ്വാഭാവികമായി സ്പീക്കർ സ്ഥാനം അടക്കമുള്ള വിഷയങ്ങളിൽ ഈ സഖ്യകക്ഷികളുടെ പിടിവാശി തുടർന്നാൽ പുല്ല് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് തന്നെ സ്വാഭാവികമായി എത്തും. യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യവും കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നടക്കുന്നത് മോദിയുടെ ആ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കാനുള്ള വ്യക്തിപരമായ ദുരാഗ്രഹത്തിൻ്റെ മാത്രം ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ്. അല്ലെങ്കിൽ മോദിയെ പോലെ ആ പാർട്ടിക്ക് ഒരു അല്പമെങ്കിലും ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ, വലിയ കേവനാണ് എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്ന മണ്ഡലത്തിൽ 3 ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിൽ കുറഞ്ഞയാൾ, മൊത്തം പോൾ ചെയ്ത വോട്ടിൽ ഗണ്യമായി കുറവ് വന്നയാൾ, അങ്ങനെ ഒരാളെ വീണ്ടും നേതാവാണ് എന്നുള്ള രീതിയിൽ പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഇതുവരെ പറഞ്ഞിരുന്ന രാമക്ഷേത്രം, ആ ഇടത്ത് മുഴുവൻ പരാജയം. രാമൻ എവിടെയൊക്കെ ബന്ധമുണ്ടോ അവിടെ മുഴുവൻ പരാജയം. അങ്ങനെ തോറ്റമ്പിയ ഒരാൾ 1,52,000 വോട്ടിൻ്റെ ജയമെന്നൊക്കെ പറയുന്നത് BJPക്കാർക്ക് പോലും ദഹിക്കാത്ത ഒരു ജയമാണ്. അങ്ങനെയുള്ള ഒരാൾ 303 സീറ്റിൽ നിന്ന് 240 സീറ്റിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നെത്തിച്ചയാൾ 63 സീറ്റാണ്. ചെറുതൊന്നുമല്ല, 1ഉം 2ഉം അല്ല, 63 സീറ്റാണ് നഷ്ടം. അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു നേതാവിനെ വീണ്ടും ഞങ്ങളുടെ നേതാവ് നിങ്ങൾ തന്നെ എന്ന് പറയേണ്ടി വരുന്ന ഗതികേട്, അത് ഇദ്ദേഹത്തിൻ്റെ RSS നേതൃത്വത്തിന് മുന്നിൽ വെച്ച ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. നിതീഷ് കുമാറിനോടും ചന്ദ്രബാബു നായിഡുവിനോടും വെച്ച ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ചതിക്കരുതേ അണ്ണന്മാരെ, എനിക്ക് ആ റെക്കോർഡിനോടൊപ്പം എത്തണം. ഇത്രയും നാൾ പ്രധാനമന്ത്രിയായിരുന്ന സ്ഥിതിക്ക് അതും കൂടി നേടിയിട്ട് പോകാൻ എന്നെ സമ്മതിക്കണം. അതിനപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ തകർച്ചയാണ്. ആ തകർച്ചയ്ക്കുള്ള ആണിയടിക്കൽ പ്രക്രിയ സത്യത്തിൽ ഘടകകക്ഷികളിൽ നിന്ന് തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. പെട്ടെന്നൊരു ദിവസം കാശിയിൽ ഗംഗാതീരത്ത് വച്ച് ബോധോദയമുണ്ടായി. താനൊരു ബയോളജിക്കൽ മനുഷ്യനല്ല എന്നും ഒരു ദൈവാവതാരമാണ് എന്നും സ്വയം അങ്ങ് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയെ കാശിയിലെ വിശ്വനാഥനും തൊട്ടപ്പുറത്ത് അയോധ്യയിലെ ശ്രീരാമനും
കർണാടകയിലെ ബജരംഗ് ബലിയും ഇങ്ങ് കന്യാകുമാരിയിലെ ദേവിയുമൊക്കെ കൈയൊഴിഞ്ഞതോടെ നമുക്ക് പച്ചയായ ആ ബയോളജിക്കൽ നരേന്ദ്രമോദിയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. और राष्ट्रपति जी ने मुझे अभी बुलाया था और मुझे प्रधानमंत्री डेजिग्नेटेड के रूप में काम कर रहे एक नियुक्ति दी है. നമ്മൾ ഇന്ത്യക്കാർക്ക് ചിരിക്കാനുള്ള വകയുമായി ആ ബയോളജിക്കൽ മോദി വീണ്ടും എത്തിയിരിക്കുന്നു എന്നർത്ഥം. പ്രോംപ്റ്റർ ഇല്ലാതെ നേരെ ചൊവ്വേ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്തയാളാണ് ND സർക്കാരിൽ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്നത് എന്നുള്ള ആ ദുരന്ത സത്യം വീണ്ടും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ പച്ചയായ ബയോളജിക്കൽ മോദി തിരിച്ചു വന്നിരിക്കുന്നല്ലോ എന്നുള്ള ആശ്വാസം നമുക്കുണ്ടാവുക. और राष्ट्रपति जी ने मुझे अभी बुलाया था और मुझे प्रधानमंत्री डेजिग्नेटेड के रूप में काम कर रहे एक नियुक्ति दी है. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച ശേഷം നരേന്ദ്രമോദി പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണിത്. പെട്ടെന്നുള്ള സന്ദർശനമൊക്കെ ആയിരുന്നത് കാരണം പ്രോംപ്റ്റർ സ്ഥാപിക്കാൻ പറ്റിയില്ല. ഒരു 2 വാചകം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പറയാൻ പോലും നരേന്ദ്രമോദിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത്. പ്രോംപ്റ്റർ ഉണ്ടെങ്കിൽ വീരശൂര പരാക്രമി, പ്രോംപ്റ്റർ ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ആ പറയുന്നതിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഏതെങ്കിലും ഒരു സംഘിക്കുട്ടന്മാർ പറഞ്ഞു തന്നാലും മതി. പ്രൈം മിനിസ്റ്റർ ഡെസിഗ്നേറ്റഡ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ ആ ഡെസിഗ്നേറ്റഡ് എന്ന് പറഞ്ഞെടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള അവസ്ഥ. അതിൻ്റെ തുടർച്ചയായി പറയുന്നത് എന്താണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. डेजिग्नेटेड के रूप में काम कर रहे एक नियुक्ति दी है. അപ്പോൾ ഒരു പ്രോംപ്റ്റർ ജീവിയായി മാറിക്കഴിഞ്ഞ ഒരു മനുഷ്യൻ എല്ലാം നാടകമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു. ആ നാടകമൊക്കെ പാഴായി പോകുമെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ഇനി ഞാനൊരു ദൈവാവതാരമായാൽ എന്ത് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടായത്. അങ്ങനെ അതും പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ച നാട്ടിൽ സ്വന്തം മണ്ഡലത്തിൽ പോലും 3 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിയുന്ന സ്ഥിതിവിശേഷം, രാമക്ഷേത്രം പണിത അയോധ്യയിൽ തോറ്റു തൊപ്പിയിടുന്ന സാഹചര്യം, ആ സംസ്ഥാനമാകെ BJPയുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന സാഹചര്യം, കേവല ഭൂരിപക്ഷത്തിന് 7 അയലത്ത് പോലും സ്വന്തം പാർട്ടിയെ എത്തിക്കാൻ കഴിയാത്ത ദൗർബല്യത്തിലേക്ക് വീണുപോയ പരാജിതനായ ഒരു മനുഷ്യൻ